ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഗാർഡൻ റിലേറ്റഡ് വീഡിയോ അല്ല, ഒരു ലാൻഡ്സ്കേപ്പ് വീഡിയോ ആണ്. ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ സമയമാണ്. നമ്മൾ പാടത്തൊന്ന് പോവുക, പാടത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ താഴത്ത് പാടത്തേക്കുള്ള വഴി. നമുക്ക് നേരെ പാടത്തേക്ക് പോകാം. ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാറുണ്ട്. കുട്ടികൾക്ക് കുറച്ച് കളിക്കുകയും ചെയ്യാം. ഒരുപാട് പക്ഷികൾ വരും, പ്രത്യേകിച്ച് കൊയ്ത്ത് കഴിഞ്ഞ ഈ സമയത്ത്. അപ്പോൾ പല പല പക്ഷികളെ കാണാൻ ഒരു പ്രത്യേക ഇഷ്ടമുള്ള ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. പിന്നെ കുട്ടികൾക്കും അതൊരു നല്ലൊരു എൻജോയ്മെൻറ്റാണ്. ഇപ്പോൾ സമയം ഒരു 5-5:30 ആ ഒരു ടൈമാണ്. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കറ്റ ഒക്കെ കൂട്ടി മെതിച്ചതിന് ശേഷം ഉള്ള വൈക്കോലൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ മോനും അവൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് എൻ്റെ ഒപ്പം വന്നിട്ടുള്ളത്. ഈ തവണ നമ്മൾ മെഷീൻ വെച്ചിട്ടല്ല കൊയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെയാണ് ചെയ്തത്. ഇത്തവണ മെഷീൻ വരാൻ കുറച്ച് താമസിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ സാധാരണ പോലെ തന്നെ, പണ്ട് ചെയ്തിരുന്ന പോലെ തന്നെ ആളുകൾ, പണിക്കാർ വന്ന് കൊയ്യായിരുന്നു. അപ്പോൾ ഈ ഒരു ആകാശത്തിൻ്റെ ഭംഗി തന്നെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതാണ്. സത്യത്തിൽ നമ്മുടെയൊക്കെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് കുറച്ച് സമയം നമ്മുടെ പ്രകൃതിയുമായിട്ടൊക്കെ ചേർന്ന് പോകാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സ് കുറയ്ക്കാനും ഒരു നല്ല മാനസികാവസ്ഥ നമുക്ക് കിട്ടാനും ഒക്കെ വളരെ നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് സമയമൊക്കെ നമ്മൾ വൈകുന്നേരം കുട്ടികളൊക്കെ ഒത്ത് കളിക്കുകയും, അല്ലെങ്കിൽ അവരെയും കൊണ്ട് ഇങ്ങനെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങൾ, ചെറിയ ചെറിയ തോടുകളും മലകളും ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടേക്ക് ഒന്ന് പോയി വരുന്നത് വളരെ നല്ലതാണ്. അവർക്കും ഒരുപാട് എക്സ്പ്ലോഷർ കിട്ടും നമ്മുടെ ചുറ്റുപാടുമായിട്ട്. ഒരു പരുന്ത് ആകാശത്ത് പോകുന്നുണ്ട്. ഞാൻ സൂം ചെയ്തെടുത്താണ്, അത്ര ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളാണ്. അസ്തമിക്കാറായി. ചെറിയൊരു ചുവപ്പൊക്കെ ആകാശത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയാണിത് നേരിട്ട് കാണാൻ. ക്യാമറയിൽ അത്ര ഒരു നന്നായിട്ട് കിട്ടിയിട്ടില്ല. കുട്ടികൾ ഓടിക്കളിക്കാൻ തുടങ്ങി. അവരെന്നെക്കാളൊക്കെ ഒരുപാട് മുമ്പിലെത്തിയിട്ടുണ്ട്. അവർക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഓടിച്ചാടി കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ. അപ്പോൾ അവർ പിന്നെയും മുന്നോട്ട് പോവാണ്. ഞാൻ വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ പാടത്ത് ഒരുപാട് കിളികളുണ്ട്. അപ്പോൾ ബേർഡ് വാച്ചിങ് മോനും ഭയങ്കര ഇഷ്ടമാണ്. കുറേ ഫെദേഴ്സൊക്കെ കളക്ട് ചെയ്യാം, അങ്ങനെ കുറേ ആവശ്യങ്ങളായിട്ട് ഞങ്ങൾ ഇറങ്ങാറുണ്ട് ഇങ്ങനെ വൈകുന്നേര സമയങ്ങളിൽ. പല പല കിളികളെ കാണാൻ പറ്റും കേട്ടോ. ചില കിളികളൊക്കെ ചേക്കേറാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ സൂം ചെയ്തെടുക്കാൻ ശ്രമിച്ചതാണ്, അത്ര ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. മയിലുകളും പ്രാവും കൊക്കും അങ്ങനെ ഒരുപാട് തരം പക്ഷികൾ നമുക്ക് കാണാൻ പറ്റും. അത് കാണുന്നത് ഒരു മയിലാണ്, കുറച്ച് ദൂരെയാണ്. പീലിയൊക്കെ ഉള്ള ഒരു ആൺമയിൽ തന്നെയാണ്. ഒരുപാട് പ്രാവിൻ്റെ കൂട്ടാണ് ഇപ്പോൾ പറന്നുപോയത്. പിന്നെ തത്തയും ഉണ്ടായിരുന്നു കേട്ടോ. തത്തയുടെ ഒന്നും വിഷ്വൽ എനിക്കങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കറ്റ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതിലൊക്കെ ചാടി മറിഞ്ഞ് കളിക്കലാണ്. കറ്റ മെതിച്ചതിന് ശേഷമുള്ള വൈക്കോൽ കെട്ടുകൾ കേട്ടോ. അതൊക്കെ ചാടി മറിഞ്ഞ് കളിക്കലാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രധാന പണി.
മയിലിനെ ഒന്നുകൂടെ സൂം ചെയ്തെടുക്കുകയാണ്. അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല, എന്നാലും കാണാൻ പറ്റുന്നുണ്ട് കുറേശ്ശൊക്കെ. കാര്യമായിട്ട് നെൽമണികളൊക്കെ കൊത്തി തിന്നുകയാണ്. അപ്പോൾ നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്, അസ്തമിക്കാറായി. പിന്നെ നെല്ല് തിരിച്ച് നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആകാശത്തിൻ്റെ ഒരു പ്രത്യേക ഭംഗി, ആ ഒരു കളറും ഒക്കെ എന്ത് രസമാണല്ലേ കാണാൻ. അപ്പോൾ കുറച്ചുകൂടെ സൂര്യൻ ചുമന്നു വന്നു. കുട്ടികളും മോനാണ്, അവൻ എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല, നാളെയും വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പാടത്തെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.